പോകാമെന്ന് വെച്ചു, ഒരു മൂവിയൊക്കെ കാണാമെന്ന് വെച്ചു. ആൻഡ് ഇന്ന് ഞങ്ങൾക്ക് ഹോളിഡേ ആണ്. സോ യാ, അപ്പം ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഫുൾ ബ്ലാക്ക് വൈബ് ആണ്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ വെച്ചു ഇന്നൊരു വ്ളോഗ് എടുത്തേക്കാം, എന്തായാലും പോവല്ലേ. അപ്പം യാ, ബൈ. സോ ഗൈസ്, നമ്മളിവിടെ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവരൊക്കെയാണ് ക്യാബ് ബുക്ക് ചെയ്യുന്നത്. ആൻഡ് അവിടെ പോയി ചോദിക്കുന്നു. സോ ഗൈസ്, നമ്മളിതാ ബുക്കെയാണ്. ആൻഡ് ഞങ്ങൾ ഇച്ചിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആക്കാന്ന് വെച്ചു. സോ നമ്മൾ അങ്ങോട്ട് ക്യാബിൽ പോയിട്ട് എലമെന്റ്സിൽ നിന്ന് തിരിച്ച് ഹോസ്റ്റൽ വരെ നടന്നു വരാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പം 52 മിനിറ്റ്സ് വാക്കിങ്ങും ആവും. അപ്പം നമ്മൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ്, എക്സസൈസും കൂടി ആകും. അപ്പം അതാണ് ഞങ്ങളുടെ പ്ലാൻ. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, നമുക്ക് കണ്ടറിയാം. ഇവിടെ PVR നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക, എവിടെയാണെന്ന് അറിയില്ല. സോ യെസ്, അവരൊക്കെ ഫ്രണ്ടിലേക്ക് നടന്നു പോന്നു. ആൻഡ് ഹിയർ ഇസ് ഷാരോൺ. 4th ഫ്ലോറിലാണ്, നമ്മളിപ്പോൾ 1st ഫ്ലോറിലാണ്. ഇപ്പം ഇനി ഇവിടുന്ന് 4th വരെ കയറി പോകണം. സോ യെസ് ഗൈസ്, അത്രേ ഉള്ളൂ. റൈറ്റ്, 1 2 3 ഗോ. യെസ് ഗൈസ്, നമ്മൾ PVRലെത്തി. ആൻഡ് സോ ഗൈസ്, നമ്മളിപ്പോൾ ചെക്കിങ് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറി. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. ജന്ന, ഹായ്. ആരോട്? സോ ഗൈസ്, നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങി. നല്ല അടിപൊളി പടമായിരുന്നു. സിമ്പിൾ ബട്ട് യെറ്റ് അടിപൊളി ത്രില്ലർ ആയിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരുന്നു. നൈസ്, ഐ ലൈക്ക് ഇറ്റ്. സോ ഷാരന്റെ റിവ്യൂ എന്തായിരുന്നു? ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നു. സോ എൻ്റെ ഫീൽഡ് അനുസരിച്ച് ഇറ്റ് വാസ് വെരി നൈസ്. ആൻഡ് ഏഞ്ചലിന്റെ നമ്പറാണ്. ഓക്കെ, സോ എല്ലാവർക്കും നല്ല അടിപൊളി അഭിപ്രായമാണ്. എല്ലാവരും പോയി കാണാം. ഓക്കെ, ബൈ. സോ ഗൈസ്, ആഫ്റ്റർ ദ മൂവി ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാണ്ട് വന്നപ്പോൾ ഇപ്പം ഒരു 4:30 ആയിക്കണം അല്ലേ, 4:30-5 മണി എങ്ങാണ്ടായി. ആൻഡ് ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. അപ്പം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് ഇവിടെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട്. സോ എന്താ കഴിക്കാനുള്ളതെന്ന് നോക്കാം. സോ ഗൈസ്, ഈ ഹൈപ്പർ മാർക്കറ്റിൽ ഫുഡ് കോർട്ട് ഇല്ല. സോ നമുക്ക് പിന്നെയും മറ്റേ PVRന്റെ അവിടുത്തെ ഫുഡ് കോർട്ടിൽ പോകേണ്ടി വരിക. പറ്റിപ്പോയി. സോ ഗൈസ്, ഞങ്ങൾ കയറിയ ഹൈപ്പർ മാർക്കറ്റിൽ ഫുഡ് കോർട്ടായിട്ടില്ലായിരുന്നു. അവിടെ ഫുൾ പാക്ഡ് ഐറ്റംസ് ആയിരുന്നു. അപ്പം നമ്മൾ മേലുള്ള ഫുഡ് കോർട്ടിൽ പിന്നെയും പോവാണ്.
നമ്മളിപ്പം ഫുഡ് കോർട്ടിൽ വന്നിരിക്കുക. അപ്പം നമ്മളിവിടെ എവിടെ കഴിയാൻ കൊണ്ട് മാക്ഡൊണാൾഡ്സിൽ നമ്മൾ കഴിക്കാനായിട്ട് ഫുഡ് വാവുമോലും കൊടുത്തിട്ടിങ്ങനെ ഇരിക്കുന്നു. ആൻഡ് നമ്മൾ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഒരു ദിവസം ഇവിടെ കൊണ്ട് തീരാണ്. ഇനി എത്ര മിനിറ്റ് കൂടി? ഇനി 13 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞ് നമ്മളവിടെ അങ്ങ് എത്തും എന്നാണ് പറയുന്നത്. ഒരു 6:15 ആവാൻ നേരത്ത് 6:15 മാക്സ് ആകുമ്പോൾ എത്തുമെന്നാണ് പറയുന്നത്. സോ വിൽ സി. സോ ഗൈസ്, നമ്മൾ സക്സസ്ഫുള്ളി മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് കുറേ ദൂരം, ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാക്സ്, 2 അല്ല 1.5 കിലോമീറ്റർ മാക്സ് നടന്നാൽ മതി. നമ്മൾ ഹോസ്റ്റലെത്തും. സോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഫൈനലി നമ്മളിത് ഹോസ്റ്റലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പതിയെ പതിയെ നടന്നൊക്കെയാണ് വന്നത്. അതാണ് ഇത്രയും ടൈം എടുത്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.